ഗവാതിൽ ഏകാദശി, വൈകുണ്ഠ ഏകാദശി അല്ലെങ്കിൽ പുത്രദ ഏകാദശി എന്നറിയപ്പെടുന്ന വളരെയധികം പവിത്രമായ ഏകാദശിയാണ് ഇന്നും നാളെയുമായി നമ്മൾ ആചരിക്കുന്നത്. മക്കളുടെ നല്ല ആരോഗ്യത്തിനും നല്ല സ്വഭാവത്തിനും നന്നായി പഠിക്കാനും വേണ്ടിയിട്ട് ഈ ഒരു ഏകാദശിയിൽ ചെയ്യേണ്ടുന്ന കാര്യമാണ് പറയുന്നത്. രാവിലെയോ വൈകിട്ടോ ഒരു നെയ്ദീപം ഭഗവാന് മുൻപിൽ കൊളുത്തിവെച്ച് യെല്ലോ കളറിലെ, അതായത് മഞ്ഞ കളറിലെ ലഡുവോ പഴമോ ഭഗവാന് സമർപ്പിച്ച് ശേഷം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു തുളസി ഇല ഇട്ടതും കൂടി ഭഗവാന് സമർപ്പിക്കുക. അതിനുശേഷം അവിടെ ഇരുന്ന് ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രം 11 പ്രാവശ്യം ജപിക്കുക. ശേഷം രാത്രിയിൽ കുട്ടികൾ ഉറങ്ങുന്നതിന് മുൻപായിട്ട് അവരുടെ തലയിൽ കൈവച്ച് അവരുടെ നല്ല ആരോഗ്യത്തിനും ഉന്നമനത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ഭഗവാന് മുൻപിൽ തുളസിയില ഇട്ട് വെച്ച ആ വെള്ളം മക്കൾക്ക് കുടിക്കാൻ കൊടുക്കുകയും ചെയ്യുക. തുടർച്ചയായ 3-4 ഏകാദശികളിൽ നമ്മൾ ഈ ഒരു കാര്യം ചെയ്താൽ തീർച്ചയായും നമ്മുടെ മക്കളിൽ നല്ല രീതിയിലുള്ള ഒരു വ്യത്യാസം വരികയും ഭഗവാൻ നമ്മുടെ മക്കളെ സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ്. ഇന്നത്തെ ദിവസം നമ്മൾ ക്ഷേത്രത്തിൽ ചെയ്യേണ്ടുന്ന അതിപ്രധാനമായിട്ടുള്ള ഒരു വഴിപാടിനെക്കുറിച്ച് ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് എന്താണെന്നുള്ളത് വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണണമെങ്കിൽ താഴെ കാണുന്ന ആരോ ബട്ടണിൽ പ്രസ് ചെയ്താൽ ഫുൾ വീഡിയോ കാണാവുന്നതാണ്.